350 தோட்டம் தொழிலாளர் கேஷுவல் தொழிலாளர் பிரேமேந்திரன் வீட்டுக்கு போனோன்னு சொன்னாப்புல உங்களுக்கும் எனக்கு எந்த தொடர்பு கிடையாது, நீங்கள் கேரள சர்க்கார் மாதிரி பேசிக்கணும், எனக்கு എംപിங்கிற മുറയിൽ ഒന്നും ചെയ്യാറില്ല. RPL-ന് വേണ്ടിയോ സംസ്ഥാനത്തിന് വേണ്ടിയോ ഒറ്റ അക്ഷരം പോലും മിണ്ടാത്ത MP-യാണ് വീണ്ടും നമ്മുടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധക്കാലത്ത് അഭയാർത്ഥികളായെത്തിയ തമിഴ് വംശജരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് 1972 കുളത്തൂപ്പുഴ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ആരംഭിച്ചത്. ഇന്ന് കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാന പ്ലാന്റേഷനാണ് കുളത്തൂപ്പുഴ RPL. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനമാണിത്. ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇന്ന് നഷ്ടത്തിലാണ്. കോവിഡും പ്രളയവുമടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുമ്പോൾ പോലും കൊല്ലത്തിൻ്റെ MP തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്. NK பிரேமேந்திரன் சொல்லக்கூடிய ஒரு தலைவருக்கு ஓட்டு போட்டு 10 வருஷமாக இந்த பக்கம் RPL தொழிலாளர்கள் இருக்கிறார்களா இல்லை செத்து போயிட்டார்களான்னு கூட திரும்பி பார்க்க முடியாத அளவுக்கு அவர் டெல்லியும் நரேந்திர மோடி அவருடைய கூட்டும் சேர்ந்து நடத்தி கொண்டிருக்கிற நாடகம். RPL தொழிலாளர்கள் ஒരിക്കലും மறக்க முடியாத சம்பவம். கோவிட் காலத்தில் ஒரு 10 പൈസ ഈ മക്കൾക്ക് വേണ്ടി ഉദവി പണ്ടക്ക് തയ്യാറാകവില്ല. 1000-ലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ നഷ്ടത്തിലായതും പ്രളയവും കോവിഡ് ബാധയുമെല്ലാം ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കി. കോവിഡ് സമയത്ത് പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചാണ് സംസ്ഥാന സർക്കാർ ഇവരെ ചേർത്തു പിടിച്ചത്. പ്ലാന്റേഷനിലെ ശ്രീലങ്കൻ തമിഴ് വംശജരായ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ലഭ്യമാക്കിയതും പിണറായി വിജയൻ സർക്കാരാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ 2 മാസം ഏകദേശം ഒരു ജോലിയും ഇല്ലാതെ ക്വാർട്ടേഴ്സുകളിൽ തന്നെ അടഞ്ഞു കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരള സർക്കാർ LDF സർക്കാർ RPL-ന് വേണ്ടി പ്രത്യേക ക്യാബിനറ്റ് വിളിക്കുകയും ആ ക്യാബിനറ്റ് വഴി 2 മാസത്തെ ഫുൾ ശമ്പളം ഏകദേശം 4.5 കോടി രൂപ അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. RPL എസ്റ്റേറ്റ് തോട്ടമേഖലയ്ക്ക് വേണ്ടി പ്രത്യേക കോവിഡ് സെൻ്ററുകൾ, പിന്നെ ഭക്ഷ്യധാന്യ കിറ്റുകൾ, ഇതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി ഒരു സ്ഥാപനം എന്ന നിലയിൽ 10 വർഷമായിട്ട് ഇവിടെ ജയിച്ചു വന്നിട്ടുള്ള പ്രേമചന്ദ്രൻ MP-യും കൂടെ ഇതിനകത്ത് പങ്കുള്ളതാണ്. എന്നാൽ കോവിഡ് കാലഘട്ടം മാത്രമല്ല, ഈ 10 വർഷമായിട്ട് ഇങ്ങനെ ഒരു തോട്ടം മേഖല ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. സ്ഥാപനം ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കൃത്യമായി ലാഭവിഹിതം കൈപ്പറ്റിയിരുന്ന കേന്ദ്ര സർക്കാർ ദുരിതകാലത്ത് ഇവിടുത്തെ തൊഴിലാളികളെ അവഗണിക്കുകയാണ് ചെയ്തത്. അനിയന്ത്രിത റബ്ബർ ഇറക്കുമതിക്ക് അനുമതി കൊടുത്ത കേന്ദ്ര സർക്കാർ നിലപാടടക്കമുള്ള കാരണങ്ങളാലാണ് ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. റബ്ബർ കർഷകരെയും തൊഴിലാളികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയും സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ ഘടകകക്ഷി നേതാവ് കൂടിയായ കൊല്ലത്തിന്റെ MP പ്ലാന്റേഷൻ തൊഴിലാളികളെ അവഗണിക്കുമ്പോൾ റബ്ബർ കർഷകരെ ദുരിതത്തിലാക്കി കൊള്ളലാഭമുണ്ടാക്കുന്ന കുത്തക കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസും BJP-യും ഇലക്ട്രൽ ബോണ്ടായി കൈപ്പറ്റിയത്.